exercise 1.1 second question. Show that any positive odd integer is of form 6 cube plus 1, 6 cube plus 3 and 6 cube plus 5 where q is some integers. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച യൂക്ലിഡ്സ് ഡിവിഷൻ ലിമ അവിടെ നമ്മൾ പഠിച്ചത് ഇങ്ങനെയായിരുന്നു. a is equal to bq plus r. a, b രണ്ട് പോസിറ്റീവ് ഇന്റിജേഴ്സ് ആണ്. q is the quotient and r is the remainder when we are dividing a by b. അപ്പോ ഇവിടെയും സെയിം ക്വസ്റ്റ്യൻ ആണ്. അതിനെ മറ്റൊരു തരത്തിൽ ചോദിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഡിവൈഡ് ചെയ്യുന്ന നമ്പർ ഇവിടെ 6 ആണ്. അതുകൊണ്ടാണ് ഇവിടെ 6q എന്ന് എഴുതിയിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ bq എന്ന് എഴുതിയിരിക്കുന്നു. അപ്പൊ a എന്ന പോസിറ്റീവ് ഇന്റിജറിനെ b കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 6q മൂന്നിടത്തും 6q തന്നെയാണ്. അപ്പൊ ഡിവൈഡ് ചെയ്യുന്ന നമ്പറിനെ നമ്മൾ 6 ആയിട്ട് അസ്യൂം ചെയ്യുക, അല്ലെങ്കിൽ 6 ആയി കൺസിഡർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ സ്റ്റെപ്പ് എഴുതി ഇതിനെ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോസിറ്റീവ് ഓഡ് ഇന്റിജർ എന്നാണ്. ഷോ ദാറ്റ് എനി പോസിറ്റീവ് ഓഡ് ഇന്റിജർ. അപ്പൊ നമുക്ക് a എന്ന വേരിയബിളിനെ നമുക്ക് ഒരു പോസിറ്റീവ് ഇന്റിജർ ആയി കൺസിഡർ ചെയ്യാം. അപ്പൊ സ്റ്റെപ്പ് ഇങ്ങനെ എഴുതും. ലെറ്റ് us consider a as a positive odd integer. a ഒരു പോസിറ്റീവ് ഓഡ് ഇന്റിജർ ആയി കൺസിഡർ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഡിവൈഡ് ചെയ്യുന്ന നമ്പർ 6 ആണ്. ഓൺ ഡിവൈഡിങ് a എന്ന പോസിറ്റീവ് ഇന്റിജറിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഓൺ ഡിവൈഡിങ് a by 6 കിട്ടുന്ന ക്വോഷ്യന്റിനെ നമുക്ക് q ആയി തന്നെ കൺസിഡർ ചെയ്യാം. ലെറ്റ് q be the quotient and r be the remainder. അപ്പൊ നമ്മുടെ നേരത്തെ പഠിച്ച അതിൽ ആ ഒരു ഇക്വേഷനിൽ തന്നെ അറിയാവുന്ന കാര്യങ്ങളെ നമ്മൾ എഴുതി വെച്ചു. ഇനി അതിനുശേഷം ബൈ യൂക്ലിഡ്സ് ഡിവിഷൻ ലിമ we have ആ ഒരു ഫോമിൽ എഴുതിയാൽ a എന്ന പോസിറ്റീവ് ഇന്റിജർ അതിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ 6 ക്വോഷ്യന്റ് ഈസ് q. അപ്പൊ 6q പ്ലസ് റിമൈൻഡർ ഈസ് r. ഇതാണ് ഇവിടെയുള്ള ഒരു ഫോം. അങ്ങനെയാണെങ്കിൽ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരു നമ്പറിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 6 ആണ് ഇവിടെയുള്ള റിമൈൻഡർ. അത് 0 ആകാം, ഈക്വൽ ടു 0 ആകാം. കാരണം 6 കൊണ്ട് ഡിവിസിബിൾ ആയ ഒരു നമ്പർ ആണെങ്കിൽ അവിടെ റിമൈൻഡർ 0 ആയിരിക്കും. അതർവൈസ് 1 ആയിരിക്കാം, 2 ആയിരിക്കാം, 3, 4, 5 ഇത്രയും നമ്പറുകൾ മാത്രമേ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ ആയി കിട്ടും. ഒന്നുകിൽ 0 അല്ലെങ്കിൽ 1, 2, 3, 4, 5. അപ്പൊ ഈ നമ്പറുകളിൽ ഓരോ നമ്പറിനെയും വെച്ച് ഈ ഇക്വേഷനിലേക്ക് നമുക്ക് ആ വാല്യൂ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് a is equal to 6q plus r ന് പകരം നമുക്ക് ഫസ്റ്റ് വാല്യൂ 0 കൊടുക്കാം. ദാറ്റ് വിൽ ബിക്കം 6q. നെക്സ്റ്റ് വാല്യൂ a is equal to 6q plus ഫസ്റ്റ് റിമൈൻഡർ 1 ആൻഡ് നെക്സ്റ്റ് വാല്യൂ a is equal to 6q plus 2, a is equal to 6q plus 3, a is equal to 6q plus 4, a is equal to 6q plus 5. ഇത്രയുമാണ് യൂക്ലിഡ്സ് ലിമ വെച്ച് നമുക്ക് എഴുതാൻ പറ്റുന്ന ഇക്വേഷൻസ്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഇതാണ്, എനി പോസിറ്റീവ് ഓഡ് ഇന്റിജർ ഈസ് ഓഫ് ദ ഫോം 6q plus 1, 6q plus 3, 6q plus 5. ഇവിടെ ഇതൊരു ഈവൻ നമ്പർ ആണ്, ഇതും ഒരു ഈവൻ നമ്പർ ആണ്. അതേപോലെ 6q എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പർ ആണ്. നമുക്കിവിടെ വേണ്ടത് ഓഡ് നമ്പറിനെ കുറിച്ച് മാത്രമാണ്. +1, +3, +5. അപ്പോ അത്തരത്തിലുള്ള 6q plus 1, 6q plus 3, 6q plus 5 ഈ 3 കണ്ടീഷനും ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എഴുതി വെക്കാം. therefore a being a പോസിറ്റീവ് ഓഡ് ഇന്റിജർ, പോസിറ്റീവ് ഓഡ് ഇന്റിജർ ആണ് a എങ്കിലും അതിനെ നമുക്ക് a is equal to 6q plus 1 which is an odd, a is equal to 6q plus 3, a is equal to 6q plus 5 എന്ന ഫോമിൽ എഴുതാം. Third question, an army contingent of 616 members is to march behind an army band of 32 members in a parade.
The two groups are to march in the same number of columns. What is the maximum number of columns in which they can march? ഒരു ആർമി ബാൻഡ് ഓഫ് 32 മെമ്പേഴ്സ്, അത്രയും ആൾക്കാർ മാർച്ച് ചെയ്യുന്നതിന്റെ ബിഹൈൻഡില് പുറകിലാണ് ഇത്രയും 616 മെമ്പേഴ്സ് ഓഫ് കണ്ടിജന്റ് മാർച്ച് ചെയ്യേണ്ടത്. അപ്പോ പരേഡാണ്, ഒരു യൂണിഫോമിറ്റി വേണം. അതിനുവേണ്ടി അവർ മാർച്ച് ചെയ്യുമ്പോൾ എത്ര വീതമുള്ള കോളങ്ങളായി മാർച്ച് ചെയ്താൽ അവർക്ക് കറക്റ്റ് ആയിട്ട് നല്ല ഒരു ഫോർമേഷനിൽ മാർച്ച് ചെയ്യാൻ പറ്റും. അപ്പോ അവിടെ ഉണ്ടാകുന്ന കോളംസിന്റെ എണ്ണമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതിവിടെ നമുക്ക് വാട്ട് ഈസ് ദ മാക്സിമം നമ്പർ ഓഫ് കോളംസ് എന്ന് തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ തന്നെ മനസ്സിലാക്കുക ഈ രണ്ട് നമ്പറിന്റെ HCF ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന്. അപ്പൊ നമുക്ക് അതിനെ സ്റ്റെപ്പ് എഴുതി ഇങ്ങനെ ചെയ്യാം. ടോട്ടൽ നമ്പർ ഓഫ് കണ്ടിജന്റ് ഈസ് ഈക്വൽ ടു 616 ആൻഡ് ടോട്ടൽ നമ്പർ ഓഫ് ബാൻഡ് മെമ്പേഴ്സ് ഈസ് ഈക്വൽ ടു 32. ഇവിടെ HCF ആണ് കണ്ടുപിടിക്കേണ്ടത്. ബിക്കോസ് ദ മാക്സിമം നമ്പർ ഓഫ് കോളംസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിനെ ഇങ്ങനെ എഴുതി വെക്കാം. HCF ഓഫ് 616 ആൻഡ് 32 ഈസ് ഈക്വൽ ടു ദ മാക്സിമം നമ്പർ ഓഫ് കോളംസ് ഇൻ വിച്ച് the two groups can march. അങ്ങനെയാണെങ്കിൽ 616ഉം 32ഉം ഈ രണ്ട് നമ്പറിൽ നമുക്ക് യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ അപ്ലൈ ചെയ്യാം. അപ്പൊ എഴുതി വെക്കാം. therefore applying Euclid's division lemma to 616 and 32. ഇവിടെ 616നെ നമുക്ക് എഴുതാം is equal to 32 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 616 divided by 32 1 32 9 2 6 9 times 2 88 8. അപ്പൊ നമുക്ക് അതിനെ ഇങ്ങനെ എഴുതാം. 32 into 19 plus remainder is 8. ഇവിടെ കിട്ടിയ റിമൈൻഡർ 0 അല്ല, that is 8 is not equal to 0. Then again applying Euclid's division lemma to 32 and 8. അപ്പൊ നമുക്ക് എഴുതി വെക്കാം. applying Euclid's division lemma to 32 and remainder 8. 32നെ വീണ്ടും 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, which is 4 times 32 0. അപ്പൊ അവിടെ നമുക്ക് 32നെ ഇങ്ങനെ എഴുതാം. 32 is equal to 8 into 4 plus 0. ഇവിടെ റിമൈൻഡർ 0 ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതി വെക്കാം. റിമൈൻഡർ is equal to 0. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് നമ്മൾ ഡിവൈഡ് ചെയ്ത നമ്പർ 8 ആണ്. 8 കൊണ്ടാണ് ഡിവൈഡ് ചെയ്തത്. അപ്പോ ദാറ്റ് മീൻസ് HCF ഓഫ് 616 and 32 is 8. അപ്പൊ നമുക്ക് എഴുതി വെക്കാം. therefore HCF ഓഫ് 616 and 32 is equal to 8. അപ്പൊ HCF നമുക്ക് കിട്ടിയത് 8 ആണ്. അങ്ങനെയാണെങ്കിൽ മാക്സിമം കോളം ഇപ്പൊ ലാസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് എഴുതി വെക്കാം. therefore the maximum number of columns in which they can march is equal to 8. അത്രയും സ്റ്റെപ്പ് കൂടി എഴുതി വെക്കുക. Fourth question, use Euclid's division lemma to show that the square of any positive integer is either of the form 3m or 3m plus 1 for some integers. ഏതൊരു പോസിറ്റീവ് ഇന്റിജർ എടുത്താലും ആ പോസിറ്റീവ് ഇന്റിജറിന്റെ സ്ക്വയർ 3m or 3m plus 1 എന്ന ഫോമിലാണ് എന്നാണ് നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പൊ നമുക്ക് ഒരു വേരിയബിളിനെ കൺസിഡർ ചെയ്യാം. ലെറ്റ് us consider x as a positive integer which is in the form 3q plus 1 3q plus 2. അപ്പോ എക്സിനെ നമ്മൾ 3q ആയും 3q plus 1 ആയും 3q plus 2 ആയും അസ്യൂം ചെയ്തുകൊണ്ടാണ് ഇവിടെ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എഴുതാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് 3q എന്ന വാല്യൂ എക്സിന് അസ്യൂം ചെയ്താൽ x is equal to, അപ്പോ 4x is equal to 3q ഈ വാല്യൂവില് സ്ക്വയർ ആയി കൺസിഡർ ചെയ്താൽ എക്സിന്റെ സ്ക്വയർ ആണ് x സ്ക്വയർ. അപ്പൊ എക്സിന്റെ സ്ക്വയർ കാണുന്നു. ഈക്വൽ സൈഡിന് റൈറ്റ് സൈഡിലുള്ള 3qന്റെയും സ്ക്വയർ നമുക്ക് എഴുതാം. is equal to 3 into 3 9. 3യുടെ സ്ക്വയർ 9 ആണ്. q ന്റെ സ്ക്വയർ
ക്യൂ സ്ക്വയർ. 9 നമുക്ക് 3 into 3 എന്ന രീതിയിൽ എഴുതാം. ലെഫ്റ്റ് വിത്ത് ക്യൂ സ്ക്വയർ ആണ്. അപ്പൊ 3 into 3 ക്യൂ സ്ക്വയർ, സ്ക്വയർ ബ്രാക്കറ്റിന് പുറത്ത് എഴുതരുത്, ഈസ് ഈക്വൽ ടു 3 ക്യൂ സ്ക്വയറിനെ നമുക്ക് 3 ക്യൂ സ്ക്വയർ ഈസ് ഈക്വൽ ടു എം എന്ന് കൺസിഡർ ചെയ്താൽ ഇവിടെ നമുക്ക് 3m എന്ന് എഴുതാം. അപ്പൊ നമുക്ക് 3m എന്നുള്ള ഫോമിൽ എക്സിന്റെ സ്ക്വയറിനെ കിട്ടി. അപ്പൊ ഇവിടെ എഴുതി വെക്കേണ്ടത് ഇതാണ്. ഇത് പുട്ടിംഗ് 3 ക്യൂ സ്ക്വയർ ആസ് എം. നെക്സ്റ്റ് വാല്യൂ കൺസിഡർ ചെയ്യാം. ഫോർ എക്സ് ഈസ് ഈക്വൽ ടു 3q plus 1. അവിടെയും സ്ക്വയർ ചെയ്യുന്നു. എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 3q plus 1 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു a plus b ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പൊ 9q സ്ക്വയർ പ്ലസ് 6q plus 1. ഇവിടെ ഈ രണ്ട് ടേമിൽ നിന്ന് നമുക്ക് 3യെ കോമൺ ആയിട്ട് എടുക്കാം. കാരണം ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് 3m plus 1. അപ്പൊ 3 എന്ന് പറയുന്നത് ആദ്യം വരത്തക്ക വിധത്തിൽ വേണം കൺസിഡർ ചെയ്യാൻ. ഈ രണ്ട് ടേമിൽ നിന്ന് നമുക്ക് 3 കോമൺ ആയി എഴുതിയാൽ ഇവിടെ ലെഫ്റ്റ് വിത്ത് 3q സ്ക്വയർ പ്ലസ് ഇവിടെ ലെഫ്റ്റ് വിത്ത് 2q plus 1. അപ്പൊ ബ്രാക്കറ്റ് ഒന്ന് മാറ്റി നോക്കാം. 3 into 3 9 q സ്ക്വയർ, 3 into 2 6 q plus 1. അപ്പൊ നമ്മൾ എഴുതിയ സ്റ്റെപ്പ് കറക്റ്റ് ആണ്. ഇത് നമ്മൾ എക്സ് സ്ക്വയർ ആയി ആണ് എഴുതി വരുന്നത്. എക്സ് സ്ക്വയറിന്റെ റൈറ്റ് സൈഡ് ആണ്, അല്ലെങ്കിൽ എക്സ് സ്ക്വയറിനെ സ്ക്വയർ ചെയ്താൽ അതിന്റെ റൈറ്റ് സൈഡിൽ വരുന്ന ചേഞ്ചസ് ആണ് എഴുതിയത്. ഇനി ഇവിടെ 3 into എന്ന ഫോമിലാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അവിടെ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 3q സ്ക്വയർ പ്ലസ് 2q നെ നമുക്ക് ഇങ്ങനെ എഴുതാം. പുട്ടിംഗ് 3q സ്ക്വയർ പ്ലസ് 2q ആസ് m. അതിനെ നമ്മൾ m ആയി കൺസിഡർ ചെയ്താൽ ഇതിനെ നമുക്ക് 3m plus 1 എന്ന് എഴുതാം. അപ്പൊ നമുക്ക് അവിടെ 3m plus 1 എന്ന ഫോമിൽ കിട്ടി. അടുത്ത ഏഴ് വാല്യൂ നമുക്ക് അസ്യൂം ചെയ്യാം. ഫോർ എക്സ് ഈസ് ഈക്വൽ ടു 3q plus 2. സ്ക്വയർ ചെയ്യുന്നു. എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 3q plus 2 ദ ഹോൾ സ്ക്വയർ ആണ്. a plus b ദ ഹോൾ സ്ക്വയർ 9q സ്ക്വയർ പ്ലസ് 12q plus 4. നമുക്കിവിടെ 3m plus 1 എന്ന ഫോമിലാണ് കിട്ടേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു 4 ആണ് റിമൈൻഡർ ആയി വരുന്നത്, അല്ലെങ്കിൽ ലാസ്റ്റ് നമ്പർ ആയി വരുന്നത്. അതിനെ നമുക്ക് 3യുടെ ടൈമിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഈ ഇക്വേഷനെ നമുക്ക് ഇങ്ങനെ എഴുതാം. 9q സ്ക്വയർ പ്ലസ് 12q പ്ലസ് 4 എന്നുള്ളതിനെ നമുക്ക് 3 plus 1 എന്ന ഫോമിൽ എഴുതാം. അപ്പൊ ഈ മൂന്ന് ടൈമിൽ നിന്ന് നമുക്ക് 3 എന്ന ഒരു നമ്പറിനെ കോമൺ ആയിട്ട് എടുക്കാം. 3 into ലെഫ്റ്റ് വിത്ത് 3q സ്ക്വയർ പ്ലസ് 4q പ്ലസ് ഇവിടെ പിന്നെ 1 ആണ്, ബ്രാക്കറ്റ് ക്ലോസ് പ്ലസ് 1. അപ്പൊ ഈ ഇത്രയും വലിയ ഈ ഒരു എക്സ്പ്രഷനെ നമുക്ക് m ആയി കൺസിഡർ ചെയ്തുകൊണ്ട് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 3. ഇതിനെ നമുക്ക് m ആയി കൺസിഡർ ചെയ്താൽ 3m പ്ലസ് ലാസ്റ്റ് നമ്പർ 1. അപ്പൊ ഇവിടെ എഴുതേണ്ടത് ഇങ്ങനെയാണ്. പുട്ടിംഗ് അല്ലെങ്കിൽ അസ്യൂമിംഗ് 3q സ്ക്വയർ പ്ലസ് 4q പ്ലസ് 1 ആസ് m. അതിനെ m ആയി കൺസിഡർ ചെയ്താൽ ഈ ഒരു വലിയ എക്സ്പ്രഷൻ m ആണെങ്കിൽ 3m plus 1 എന്ന ഫോമിൽ കിട്ടും എക്സിന്റെ സ്ക്വയർ. അപ്പൊ ഇവിടെ നമ്മള് മൂന്ന് കേസിലും 3q ആയി എടുത്താലും 3q plus 1 ആണെങ്കിലും 3q plus 2 ആണെങ്കിലും എക്സിന്റെ സ്ക്വയർ അല്ലെങ്കിൽ അതിനെ ആ നമ്പറിനെ സ്ക്വയർ ചെയ്താൽ കിട്ടുന്നത്, പോസിറ്റീവ് ഇന്റിജറിനെ സ്ക്വയർ ചെയ്താൽ കിട്ടുന്ന ഫോം എന്ന് പറയുന്നത് 3m അല്ലെങ്കിൽ 3m plus 1 എന്നുള്ള ഫോമിലാണ് എന്ന് പ്രൂവ് ചെയ്തു. അപ്പൊ ഫൈനലി നമുക്ക് എഴുതി വെക്കാം. therefore the square of any positive integer is either of the form 3m or 3m plus 1. അപ്പൊ ഇവിടെ ആ ഒരു സ്റ്റെപ്പ് എഴുതി വെക്കുക. Fifth question, use Euclid's division lemma to show that the cube of any positive integer is of the form 9m plus 1 or 9m plus 8. അപ്പൊ നേരത്തെ ചെയ്ത അതേപോലെ തന്നെയാണ്. ഇവിടെ സ്ക്വയറിന് പകരം ക്യൂബ് ആണെന്ന് മാത്രം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സ് എന്ന ഒരു വേരിയബിളിനെ ഒരു പോസിറ്റീവ് ഇന്റിജർ ആയി അസ്യൂം ചെയ്യാം. അപ്പൊ എഴുതി വെക്കാം. ലെറ്റ് us consider or assume x as a positive integer which is in the form 3q plus 1 3q plus 2. നേരത്തെ എഴുതിയ അതേ സ്റ്റെപ്പ് തന്നെ. അങ്ങനെയാണെങ്കിൽ എക്സിനെ നമുക്ക് 3q ആയി ഫസ്റ്റ് കൺസിഡർ ചെയ്താൽ ഫോർ എക്സ് ഈസ് ഈക്വൽ ടു 3q. ഇവിടെ നമുക്ക് ക്യൂബ് ആണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് രണ്ട് സൈഡിനെയും ക്യൂബ് ആക്കാം. എക്സ് ക്യൂബ് ഈസ് ഈക്വൽ ടു 3q ദ ഹോൾ ക്യൂബ്. എക്സ് ക്യൂബ് ഈസ് ഈക്വൽ ടു 3യുടെ ക്യൂബ്. 3യുടെ ക്യൂബിനെ നമുക്ക് 9 into 3q ക്യൂബ് എന്ന് എഴുതാം. 9 into 3 27 ആണ്. 3യുടെ ക്യൂബ് 27. കാരണം ഇവിടെ നമുക്ക് എഴുതേണ്ടത് 9m എന്ന ഫോമിലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സ് ക്യൂബിനെ ഇങ്ങനെ എഴുതാം. എക്സ് ഈക്വൽ ടു 9 into 3q ക്യൂബിനെ നമുക്ക് പുട്ടിംഗ് 3q ക്യൂബ് ഈസ് ഈക്വൽ ടു m. അങ്ങനെയാണെങ്കിൽ ഇവിടെ 3q ക്യൂബിന് പകരം m എന്ന് എഴുതിയാൽ ഇത് 9m എന്ന ഫോമിലായി കിട്ടും. അടുത്ത വാല്യൂ കൺസിഡർ ചെയ്യാം. ഫോർ എക്സ് ഈസ് ഈക്വൽ ടു 3q plus 1. ക്യൂബ് ആക്കാം. എക്സ് ക്യൂബ് ഈസ് ഈക്വൽ ടു
3q plus 1 the whole cube. A plus b the whole cube എന്ന ഫോമിലാണ് is equal to 3 യുടെ ക്യൂബ് 27q cube plus 3a square b ആണ്. അപ്പൊ 3 into a square എന്ന് പറയുമ്പോൾ 3q ന്റെ സ്ക്വയർ വേണമെങ്കിൽ നമുക്കൊരു സ്റ്റെപ്പായി എഴുതാം. 3 into 3q ന്റെ സ്ക്വയർ into b ക്ക് പകരമുള്ള 1 plus 3 into ab സ്ക്വയർ. അപ്പൊ 3q into 1 ന്റെ സ്ക്വയർ പ്ലസ് ലാസ്റ്റ് ടൈം 1 ന്റെ ക്യൂബ് b ക്യൂബ്. സിംപ്ലിഫൈ ചെയ്താൽ 27q ക്യൂബ് പ്ലസ് 3 into 3 യുടെ സ്ക്വയർ 9 ആണ്. 9 into 3 which is 27q സ്ക്വയർ പ്ലസ് ഇവിടെ 3 into 3 9q പ്ലസ് 1. ഇനി ഇവിടെ എങ്ങനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം? നമുക്ക് വേണ്ടത് 9m plus 1 എന്ന ഫോമിലാണ്. അങ്ങനെയാണെങ്കിൽ എക്സ് ക്യൂബ് ഇസ് ഈക്വൽ ടു ഇത്രയും ഈ 3 ടേമുകളിൽ നിന്ന് നമുക്ക് 9നെ കോമൺ ആയി കൺസിഡർ ചെയ്താൽ 9 into ഇവിടെ ലെഫ്റ്റ് വിത്ത് 3q ക്യൂബ് പ്ലസ് ഇവിടെ ലെഫ്റ്റ് വിത്ത് 3q സ്ക്വയർ പ്ലസ് ഇവിടെ ലെഫ്റ്റ് വിത്ത് q പ്ലസ് ലാസ്റ്റ് നമ്പർ 1. അപ്പോ ഇവിടെ നമുക്ക് 9m plus 1 എന്ന ഫോമിൽ വേണം. ഇത്രയും ഈ ഒരു എക്സ്പ്രഷനെ നമുക്ക് m ആയി കൺസിഡർ ചെയ്താൽ എക്സ് ക്യൂബ് ഇസ് ഈക്വൽ ടു 9m plus 1 എന്ന് എഴുതാം. അപ്പൊ ഇവിടെ എഴുതി വെക്കേണ്ടത് ഇതാണ്. പുട്ടിംഗ് 3q ക്യൂബ് പ്ലസ് 3q സ്ക്വയർ പ്ലസ് q ഈസ് ഈക്വൽ ടു m വിച്ച് ഈസ് എ പോസിറ്റീവ് ഇന്റിജർ. അപ്പൊ നമുക്ക് അടുത്തതും കിട്ടി 9m plus 1 എന്ന ഫോമിൽ. ഇനി നെക്സ്റ്റ് 3q plus 2 ആണ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പൊ എഴുതി വെക്കാം ഫോർ x is equal to 3q plus 2. രണ്ട് സൈഡും നമുക്ക് ക്യൂബ് ചെയ്യാം. x ക്യൂബ് is equal to 3q plus 2 the whole cube. a plus b the whole cube ആണ്. അപ്പൊ ഇവിടെ നമുക്ക് എഴുതാം 3q ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 27q ക്യൂബ് ആണ് പ്ലസ് 3a സ്ക്വയർ b ക്ക് പകരം 3 into 3q ന്റെ സ്ക്വയർ into 2 പ്ലസ് 3ab സ്ക്വയറിന് പകരം 3 into 3q into 2 ന്റെ സ്ക്വയർ പ്ലസ് 2 ന്റെ ക്യൂബ് is equal to 27q cube plus 3 into 9 27 into 2 which is 54q square plus 3 into 3 9 into 2 ന്റെ സ്ക്വയർ 4 ആണ് 36q plus 2 ന്റെ ക്യൂബ് 8. ഈ 3 ടേമുകളിൽ നിന്ന് നമുക്ക് 9 കോമൺ ആയിട്ട് എഴുതണം. is equal to 9 into 3 ക്യൂബ് പ്ലസ് 6q സ്ക്വയർ പ്ലസ് 4q പ്ലസ് 8. ഈ 3 ടേമുകളിൽ നിന്ന് 9 കോമൺ ആയിട്ട് എടുത്തു. ബ്രാക്കറ്റ് മാറ്റി ഒന്ന് നോക്കാം. 9 into 3 27 9 into 6 54 9 into 4 36 is equal to ഈ 3 ടേമുകളെ ഇത്രയും എക്സ്പ്രഷനെ നമുക്ക് m ആയി കൺസിഡർ ചെയ്താൽ ഇവിടെ നമുക്ക് 9m plus 8 എന്ന ഫോമിൽ എഴുതാം. അപ്പൊ റൈറ്റ് സൈഡിലോട്ട് മാറ്റി എഴുതി വെക്കുക. പുട്ടിംഗ് 3q ക്യൂബ് പ്ലസ് 6q സ്ക്വയർ പ്ലസ് 4q as m which is a positive integer. അപ്പോ തേർഡ് എക്സ്പ്രഷൻ നമുക്ക് കിട്ടി 9m plus 8. അങ്ങനെയാണെങ്കിൽ ഫൈനൽ സ്റ്റെപ്പിൽ നമുക്ക് എഴുതി വെക്കാം therefore the cube of any positive integer of the form 9m 9m plus 1 or 9m plus 8. ആ ഒരു സ്റ്റെപ്പ് ഇവിടെ എഴുതി വെക്കാൻ മറന്നു പോകരുത്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുന്ന കാര്യം മറന്നു പോകരുത്. ക്ലാസ്സുകൾ കണ്ടിന്യൂസ് ആയി കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.